മൊത്തത്തിൽ അൽക്കുലത്തായ ഒരു യാത്രയായിരുന്നു കേട്ടോ ഹൈദരാബാദ് യാത്ര. യാത്രയിൽ പ്രധാനമായിട്ട് പാളിപ്പോയത് പുലർച്ചെ അവിടെ എത്തിപ്പോയി എന്നുള്ളത്. എന്നാലും നയാബ് ഹോട്ടലിൽ കയറി ഞങ്ങളതങ്ങ് മാനേജ് ചെയ്തു കേട്ടോ. കാരണം അവിടെ നോൺ വെജ് പുലർച്ചെ വരെ കിട്ടും, അതും നല്ല മട്ടനും ചിക്കനും ഒക്കെ. എന്ത് രുചിയാണെന്നറിയോ? രുചിയുടെ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിലും ഹൈദരാബാദ് മുൻപന്തിയിൽ തന്നെയാണല്ലോ. ആയതിനാൽ അതിനുശേഷം ഞങ്ങൾ പിന്നെയും ബസ് സ്റ്റാൻഡിൽ തന്നെ വന്നിരുന്നു. കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ചാർമിനാർ തുറക്കണമെങ്കിൽ പുലർച്ചെ വന്ന് നിന്നിട്ട് കാര്യമില്ല, 9 മണി ആവണമെന്ന് അറിയായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തിപ്പോയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ChatGPT ഞങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ചാർമിനാറിൻ്റെ ഒരു പുറം ഭംഗി ആസ്വദിക്കാൻ ഈ സമയം ബെസ്റ്റാണെന്ന്, മോർണിംഗ് വൈബ് കിട്ടുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ശരിയായിരുന്നു, ആൾക്കൂട്ടങ്ങളൊന്നും ഇല്ലാതെ ചാർമിനാറിനെ അങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ചാർമിനാറിനെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നിറയെ പ്രാവുകളായിരുന്നു. പ്രാവുകൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു മാല വാങ്ങി വെറുതെ കഴുത്തിലണിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഇതിലേ നടന്ന സമയത്ത് ഇയാളെ കണ്ടു. വീണ്ടും കുറേ നേരം ഇതിലേയും ചാർമിനാറിന് ചുറ്റും നടന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു ഓട്ടോ പിടിച്ച് ഒരു ചൗമഹൽ പാലസിലോട്ടാണ് പുറപ്പെട്ടത്. അവിടെയും ഞങ്ങൾക്കറിയാം അവിടെ എത്തുന്ന സമയം അത്ര ശരിയായ സമയമല്ല, അതുകൊണ്ട് തന്നെ അത് തുറന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ. എങ്കിലും ഞങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ പോയി പുറം കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഒരു ഓട്ടോ വിളിച്ചു. ഈ ഓട്ടോ എല്ലാം റാപ്പിഡോയിലാണ് കേട്ടോ വിളിക്കുന്നത്. റാപ്പിഡോ കുറച്ച് അഫോർഡബിൾ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഹസൻ സാഗർ ലേക്കിലോട്ടാണ് നേരെ പോകുന്നത്. ലേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും മുന്നിൽ നല്ല പാർക്കുണ്ടെങ്കിലും വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് എന്തോ പോലെ തോന്നി ആ വെള്ളം കണ്ടപ്പോൾ. ഒരു ആസിഡ് മണക്കുന്ന പോലെ, സുർക്ക മണക്കുന്ന പോലെ അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഫീൽ ചെയ്യും. അത്രയ്ക്കും പൊല്യൂട്ടഡാണ്. അത് കാണുമ്പം കഷ്ടം തോന്നും. അത് കഴിഞ്ഞ് ആ പാർക്കിൽ വെറുതെ കുറച്ച് നേരം ഇരുന്നപ്പോൾ അവിടെ വൃത്തിയാക്കുന്നൊരു ചേച്ചി വന്ന്. അപ്പം അവർ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പൈസ വേണമെന്ന്. എൻ്റെ കയ്യിൽ ഒരു 20 രൂപ ഉണ്ടായിരുന്നത് ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു 20 രൂപ പോരാ, 3 പേരുണ്ടെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ തൽക്കാലം ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ചെയ്യാനും അത്രയും പൈസ ഇല്ലെന്ന്. അപ്പോൾ അവരെന്നെ ചീത്ത വിളിച്ചിട്ട് പോയി. എനിക്ക് ആകെ സങ്കടം തോന്നി, അവരോടൊരല്പം ദേഷ്യവും തോന്നി. അത് കഴിഞ്ഞ് ബിർള മന്ദിറിലേക്കാണ് പോയത്. ബിർള മന്ദിറിൻ്റെ ടൈം മാത്രം കറക്റ്റായിരുന്നു, 12 മണിക്ക് അടയ്ക്കും. അതിന് മുന്നേ പോയി കാണണം എന്നായിരുന്നു. പക്ഷേ കുറച്ച് ദൂരം നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി അകത്തേക്ക് കയറണമെങ്കിൽ ചെരുപ്പൂരി പോകാനൊരു മടിയായതുകൊണ്ടും പിന്നെ നല്ല കയറ്റമായതുകൊണ്ടും തിരിച്ചിറങ്ങി നടന്നു. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് ബിർള മന്ദിർ റോഡിൽ തന്നെ നമ്മളൊരു ആദർശ് ബേക്കറി കണ്ടു. അപ്പം കുറേ നടന്ന് തളർന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഒരു ജ്യൂസ് കുടിക്കാമെന്ന്. അങ്ങനെ അവിടെ കയറി ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ എൻ്റെ ഫോണിലെ ചാർജ് കുറവായിരുന്നേ. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചു എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന്. അവർ പറഞ്ഞു ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടോ. ഞാൻ എന്നിട്ട് ഗൂഗിളിൽ കയറി അവർക്ക് റിവ്യൂ കൊടുത്തു, ബാഡ് റിവ്യൂ കൊടുത്തു. ഇൻ ദ സെൻസ് ഫുഡ് കൊള്ളില്ലായിരുന്നു എന്നതിനേക്കാട്ടിലുപരി ഇങ്ങനെ അവർ പെരുമാറി എന്നുള്ളത് ഞാൻ റിവ്യൂവിൽ പറഞ്ഞു. അതിനുശേഷം ഒരു ബസ്സിൽ കയറി ഇങ്ങോട്ട്